നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 309 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടോട്ടൽ ഒഴിവുകൾ 309. അതിൽ UR 125, EWS 30, OBC നോൺ ക്രിമിലെയർ 72, SC 55, ST 27, PWBD 7 പേർക്കും അവസരമുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒഴിവുകളുടെ എണ്ണം പിന്നീട് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് PWBD വിഭാഗക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട ഫങ്ഷണൽ റിക്വയർമെന്റ്സിനെ കുറിച്ചാണ്. തൊട്ട് താഴെയായിട്ട് എഴുതിയിരിക്കുന്നത് സിറ്റിംഗ്, അതായത് ഇരിക്കാൻ കഴിയണം, അതേപോലെ സ്റ്റാൻഡിങ്, ബെൻഡിങ്, ഹിയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, സീയിങ്, മാനിപ്പുലേഷൻ വിത്ത് ഫിംഗേഴ്സ്. അതായത് ഈ ജോലിക്ക് അപേക്ഷിക്കുന്ന PWBD വിഭാഗക്കാർക്ക് ഈ കഴിവുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ ആസിഡ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും അപേക്ഷിക്കാനാകുമെന്നും കാണിച്ചിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്, അതേപോലെ BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് 3 വർഷത്തെ ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech, അത് ഇപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആയാലും പ്രശ്നമില്ല. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കുറഞ്ഞത് ഒരു സെമസ്റ്ററിലെങ്കിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇംഗ്ലീഷ് നോളജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വിഷയം 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലോ പഠിച്ചിരിക്കണം. അതേപോലെ സംസാരിക്കാനും എഴുതാനും 12ാം ക്ലാസ്സിൻ്റെ പ്രൊഫഷൻസി എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സർക്കാർ അംഗീകരിച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ളതായിരിക്കണം. റെക്കഗ്നൈസ്ഡ് ഓർ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ IIT, IIM, XLR, TISS പോലുള്ള സുപ്രധാന സ്ഥാപനങ്ങളിൽ നിന്ന്, അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ നിന്നുള്ള ഡിഗ്രി ആയിരിക്കണം. നെക്സ്റ്റ് ബിരുദം പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ തത്തുല്യമായ ഗ്രേഡ് മാർക്ക് ഉണ്ടായിരിക്കുകയോ വേണം. BE, BTech, BSc എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാം. അതേപോലെ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥർക്ക്, അവർക്കാണെങ്കിൽ ഡിസ്റ്റൻസ്, പാർട്ട് ടൈം, കറസ്പോണ്ടൻസ് വഴി അംഗീകരിക്കപ്പെട്ട ഡിഗ്രി ഉള്ളവർക്കും ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് ആൻഡ് റിലാക്സേഷൻ ആണ്. അപ്പം പരമാവധി 27 വയസ്സ് വരെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആസോൺ 24/5/2025. പിന്നെ പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ ഇളവുണ്ട്. SC ST 5 വർഷമുണ്ട്. അതേപോലെ OBC നോൺ ക്രിമിലെയർ 3 വർഷം, PWBD 10 വർഷം ഇളവ്. അത് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ഈ വിഭാഗത്തിന് അനുയോജ്യമാണെങ്കിൽ മാത്രമേ ഈ ഇളവ് കിട്ടുകയുള്ളൂ, ശ്രദ്ധിച്ചോളണം. അതേപോലെ എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സ്, അവർ ആംഡ് ഫോഴ്സിൽ 5 വർഷം സേവനം ചെയ്തിട്ടുള്ളവർക്ക് 5 വർഷം ഇളവുണ്ട്. അതേപോലെ AAIയിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കൽ പ്രവേശനിൽ നിന്നും ഇനിഷ്യൽ അപ്പോയിന്റ്മെന്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം വരെ ഇളവ് ലഭ്യമാണ്. അപ്പൊ ജനനത്തീയതി എപ്പോഴും നോക്കുന്നത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഉള്ളതെല്ലാം സ്വീകരിക്കും, പിന്നീട് മാറ്റം അനുവദിക്കില്ല. അതേപോലെ ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് 25/4/2025, അവസാന തീയതി 24/5/2025 ആണ്. പരീക്ഷാ തീയതി പിന്നീട് AAI വെബ്സൈറ്റിൽ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. www.aai.aero ആ സൈറ്റിലാണ് ഇതൊക്കെ അറിയിക്കുന്നത്, പരീക്ഷാ തീയതികളൊക്കെ അറിയിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ശമ്പളവും ആനുകൂല്യങ്ങളുമാണ്. പേ സ്കെയിൽ വന്നിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് B E1 ലെവൽ 40,000, 3 വർഷം വാർഷിക വർധനവോടെ 1,40,000 വരെ എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. DA, അതേപോലെ അടിസ്ഥാന ശമ്പളത്തിന്റെ 35%, അതേപോലെ HRA, CPF, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ സ്കീംസ് തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ശമ്പള സംരക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം തുടർച്ചയായി CPSE, സ്റ്റേറ്റ് PSU അല്ലെങ്കിൽ ഗവൺമെന്റ് വകുപ്പ് എന്നിവയിലൂടെ ജോലി ചെയ്തു വരുന്ന കാൻഡിഡേറ്റ്സ് AAIയിലേക്ക് പ്രോപ്പർ ചാനൽ വഴി വരികയാണെങ്കിൽ അവരുടെ നിലവിലെ ശമ്പള നില DPE മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ പൗരന്മാർക്കാണ് അപേക്ഷിക്കാനാവുക എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഫൈനൽ സെമസ്റ്റർ, ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അപേക്ഷാ പരിശോധന സമയത്ത് ഫൈനൽ ഫലം ഹാജരാക്കേണ്ടി വരും. അതേപോലെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ 2025 മെയ് 24 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്.
നെക്സ്റ്റ് സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിന് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ എടുത്ത OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് OBC അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞെടുത്തിട്ടുള്ളതാണെങ്കിൽ അത് അംഗീകരിക്കില്ല. ക്രിമിലെയർ അല്ല എന്നുള്ള ഡിക്ലറേഷനും ആവശ്യമാണ്. നെക്സ്റ്റ് EWS വിഭാഗത്തിനാണെങ്കിൽ 2025-26 വർഷത്തേക്കുള്ള പുതിയ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതേപോലെ SC/ST വിഭാഗത്തിനാണെങ്കിലും 2025 മെയ് 24 മുമ്പ് ലഭിച്ച ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. PWBD വിഭാഗത്തിനാണെങ്കിൽ 2025 മെയ് 24 മുമ്പ് അനുവദിച്ച അംഗീകൃത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതേപോലെ എക്സ് സർവീസ്മാൻ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കണം. മറ്റേതെങ്കിലും ഭാഷയിലാണെങ്കിൽ നോട്ടറിയുടെ അറ്റസ്റ്റേഷനുള്ള തർജ്ജിമ ഹാജരാക്കേണ്ടി വരും. അതേപോലെ ജാതിയിൽ വ്യത്യാസം ഉണ്ടാകരുത്. ആവശ്യമായ വിഷയങ്ങൾ മാർക്ക് ഷീറ്റിൽ വ്യക്തമല്ലെങ്കിൽ അത് സർവകലാശാലയുടെ പ്രത്യേക സ്ഥിരീകരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് ആവശ്യമാണ്. നെക്സ്റ്റ് പേജിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അതിന്റെയും മാർക്ക് ലിസ്റ്റിന്റെയും സർട്ടിഫിക്കറ്റുകൾ അപേക്ഷാ പരിശോധന സമയത്ത് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപേക്ഷാ ഫോമിൽ കൃത്യമായ മാർക്ക് ശതമാനം ബേസിൽ 2 ഡെസിമൽ വരെയെങ്കിലും വ്യക്തമാക്കണം. അതേപോലെ തെരഞ്ഞെടുപ്പ് സെലക്ഷൻ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT ആണ്. അതേപോലെ CBTക്ക് യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ അഡ്മിറ്റ് കാർഡ് ഇമെയിൽ മുഖേനയും അല്ലെങ്കിൽ AIയുടെ വെബ്സൈറ്റിലും ലഭിക്കും. അപ്പോ CBTയിൽ നെഗറ്റീവ് മാർക്കില്ല. അതേപോലെ സിലബസ് പിന്നീട് അതിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. CBT ഫലത്തെ അടിസ്ഥാനമാക്കി ഉദ്യോഗാർത്ഥികളെ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ, വോയിസ് ടെസ്റ്റ്, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ടെസ്റ്റ്, അതേപോലത്തെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് പോലത്തെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഇതൊക്കെ അതിനുശേഷം അവരെ ഇൻവൈറ്റ് ചെയ്യും. ദെൻ അതിനുശേഷമാണ് എല്ലാ സർട്ടിഫിക്കറ്റ്. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളിലുമായി ഹാജരാക്കേണ്ടി വരും. അതേപോലെ ഡോക്യുമെന്റുകളിൽ വിവര വ്യത്യാസം ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യും. അതേപോലെ സർക്കാരിന്റെ മറ്റു വകുപ്പുകളിലോ പബ്ലിക് സെക്ടറിലോ ജോലി ചെയ്യുന്നവർ NOC ഹാജരാക്കേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ടെസ്റ്റ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ്. ആ ടെസ്റ്റും കൂടി നെഗറ്റീവ് ആകണം. ഇത്രയാണ് ഈ പേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ CBT പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷമാണ് വോയിസ് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുക. അതും കൂടി പാസ്സായാലാണ് നിയമനം ഉണ്ടാവുന്നത്. ഓഫർ ലെറ്റർ നമുക്ക് AIയുടെ വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലൂടെയും ലഭിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പരിശീലനമുണ്ട്. 3 വർഷം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഈ പരിശീലന സമയത്ത് അവർക്ക് അടിസ്ഥാന ശമ്പളവും മറ്റും ലഭിക്കും. അതുപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ICAO ടെസ്റ്റിൽ ലെവൽ 4 നേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. താൽക്കാലിക നിയമനം സർട്ടിഫിക്കറ്റുകൾ ശരിയാണെന്ന് തെളിയിച്ചാൽ മാത്രമേ നിയമനം സ്ഥിരമാവുള്ളൂ. ഇന്ത്യയിൽ എവിടെയും നമുക്ക് നിയമനം ലഭിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നിയമനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി മാത്രമാണ്. AI വെബ്സൈറ്റിലൂടെ മാത്രമാണ്. അതിൽ കരിയേഴ്സ് ടാബ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ വിദ്യാഭ്യാസ യോഗ്യത, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ SC/ST, OBC, EWS ഇതൊക്കെ, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അത് എക്സ് സർവീസ്മാൻ ഉള്ളത്, പിന്നെ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ AIയിലെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മുതലായ രേഖകൾ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഇമെയില് നിരന്തരം നമ്മൾ പരിശോധിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അഡ്മിറ്റ് കാർഡ്, വെരിഫിക്കേഷൻ കോൾ ലെറ്റർ, അതേപോലെ ഓഫർ ലെറ്റർ തുടങ്ങിയവ ഇതുവഴിയാവും അറിയിക്കുക. പിന്നെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹാറ്റ്, ക്യാപ്പ്, ഡാർക്ക് ഗ്ലാസസ് വെച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അപേക്ഷാ ഫീസ് ജനറൽ, OBC, നോൺ ക്രിമിലെയർ, മറ്റ് കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഓൺലൈൻ വഴിയാണ് ഇത് അടയ്ക്കേണ്ടത്.
കൂടാതെ SC ST PWBD AAI അപ്രന്റീസസ് അവരെന്ന് പറയുന്നത് 1 വർഷം പൂർത്തിയാക്കിയവർ AAI അപ്രന്റീസസ്. പിന്നെ വനിതാ കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. പിന്നെ ഫീസ് അടയ്ക്കുന്നതിന് പകരം ഫീസ് അടച്ചതിന് ശേഷം അതിന്റെ റെസിപ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കൽ അടച്ച ഫീസ് ഒരിക്കലും റീഫണ്ട് ആവില്ല എന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും കൃത്യതയോടെ നൽകണം. ഓൺലൈൻ ഡേറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കാം. നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കുമ്പോൾ സൈറ്റ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇമെയിലിലും AAIയുടെ വെബ്സൈറ്റിലുമാണ് ലഭിക്കുക. അഡ്മിറ്റ് കാർഡ് ആയാലും വെരിഫിക്കേഷൻ കോൾ ലെറ്റർ, ഓഫർ ലെറ്റർ തുടങ്ങിയവയെല്ലാം കാൻഡിഡേറ്റ്സിന് ഇമെയിലായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് ഇമെയിൽ അതിന്റെ സ്പാം ഉൾപ്പെടെ പരിശോധിക്കുക. അപ്പോൾ എക്സാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റീസിലായിരിക്കും നടക്കുക. പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റം വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ യോഗ്യതയും അതേപോലെ നമ്മുടെ ഡോക്യുമെന്റ്സും ഒക്കെ തെറ്റായ വിവരങ്ങളായാൽ അപേക്ഷ റിജക്റ്റ് ആവും. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് ഈ CBTക്കായിട്ട് വരുന്നവർക്ക് TA DO അങ്ങനൊന്നും നൽകില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ CBT പരീക്ഷ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും. ലാംഗ്വേജ് എക്സാം മാത്രം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഡേറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുന്നതിനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.